യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിലും ആളൊരു നിഷ്കളങ്കനാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഒടുക്കത്തെ മാനിപ്പുലേറ്റീവ് ആണ്. ഡ്രാമ കളിച്ചും നിഷ്കളങ്കൻ ചമഞ്ഞും സഹതാപം പിടിച്ചു പറ്റിയും തനിക്ക് വേണ്ടത് സാധിച്ചെടുത്ത ആൾ. ശരിക്കും അങ്ങനെയാണോ? സിനിമയുടെ ഒരു സീനിൽ ജയറാം അവതരിപ്പിച്ച റാം എന്ന കഥാപാത്രവും ഐശ്വര്യ അവതരിപ്പിച്ച ജ്യോതി എന്ന കഥാപാത്രവും ലിഫ്റ്റിൽ കുടുങ്ങുന്നുണ്ട്. അപ്പോൾ റാം തൻ്റെ ദേഹത്ത് ചവിട്ടി കയറിക്കൊള്ളാൻ പറയും. ചെരുപ്പ് പോലും അഴിക്കാതെ ജ്യോതി ചവിട്ടി കയറും. അത് കഴിഞ്ഞ് ഒരു താങ്ക്സ് പോലും പറയില്ല. ഇതുപോലെ തന്നെ ജ്യോതിക്ക് താമസ സൗകര്യം കിട്ടാതായപ്പോൾ റാമിന്റെ അനുവാദം കൂടാതെ തന്നെ വീടിനകത്തേക്ക് കയറി വരും. എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ പറയും, എന്തുണ്ടായി? ഈ പെട്ടികളൊക്കെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പിന്നെ ഞാനിത് എവിടെ കൊണ്ടുവയ്ക്കും? പിന്നെ എന്ത് ചെയ്യും? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. പിന്നെ സ്വന്തം കാര്യം നോക്കേണ്ടത് അവരല്ലേ. ഇതെങ്ങനെയാ അത്ര പരിചയമില്ലാത്ത ആളുകളുടെ ഉത്തരവാദിത്തമാകുന്നത്? ഇന്നസെന്റ് അവതരിപ്പിച്ച പോളേട്ടൻ എന്ന ആളല്ലേ വീട് ശരിയാക്കി കൊടുത്തത്. അതെന്താ അങ്ങോട്ട് പോകാഞ്ഞ്? അതും പോട്ടെ, കുറച്ച് നാളത്തെ പരിചയം മാത്രമുള്ള ഒരു അവിവാഹിതന്റെ വീട്ടിൽ കയറി താമസിച്ചിട്ട് അയാൾക്ക് പരിചയമുള്ള ആളുകളോട് പറയുകയാണ് ഭാര്യയാണെന്ന്. അപ്പുറത്തെ ഫ്ലാറ്റിലെ ഒരു സ്ത്രീ ആരാ എന്താ എന്നൊക്കെ എന്നോട് ചോദിച്ചു. പിന്നെ 2-3 പേര് വന്ന് ക്വസ്റ്റ്യൻ ചെയ്തു. ഞാൻ റാമിന്റെ ഭാര്യയാണെന്ന് അവരോട് പറയേണ്ടി വന്നു. മൈ ഗോഡ്, ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, ശരിക്കും ഞാനൊരു വിവാഹം കഴിച്ചാൽ എന്താ അവസ്ഥയാകുന്നു. ഭാര്യയാണെന്ന് എന്തിനാ പറഞ്ഞത്? ഇതാകെ കുഴപ്പമായല്ലോ. ഇനി യഥാർത്ഥ കല്യാണം കഴിക്കുമ്പോ ഈ ഡിസ്ട്രിക്ട് തന്നെ വിടേണ്ടി വരും. ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് അയാളോട് പറയാണ് ഇവിടെ താമസിച്ചോട്ടെ എന്ന്. മാസത്തിൽ 3000 പകുതി 1500 ഞാൻ റാമിന്. അയ്യോ, അത് ഐ ഫീൽ വെരി കംഫർട്ടബിൾ ഹിയർ. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ആ മുഖം കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടെ തീരെ താല്പര്യമില്ല എന്ന്. റാമിന് നോ പറയാൻ ഒരു ഗ്യാപ്പ് പോലും കൊടുക്കില്ല. റാം തന്നെ പല കാരണങ്ങൾ പറഞ്ഞു നോക്കും. അതൊന്നും ഇവർ മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ തന്നെ നിൽക്കണം. ഇവിടുത്തെ താമസക്കാരാണെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിക്കും ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഒരു നിമിത്തമാണ് റാം. ഇതുപോലെയൊക്കെ അടുക്കും ചിട്ടയില്ലാത്ത ജീവിതം കുറച്ച് ദിവസമാണെങ്കിലും ജ്യോതി അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടും. എന്റെ ബുദ്ധിമുട്ട് വിട്ടേക്ക്. സിനിമയുടെ തുടക്കം തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം, റാം എന്നത് വളരെ പുഷ് ഓവർ ആയിട്ടുള്ള കഥാപാത്രമാണ്. ആരോടും നോ പറയാൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ ആഴ്ച അമ്മ അയച്ചു തന്ന ജാതകപ്പൊരുത്തമുള്ളവരുടെ 2ാമത്തെ സെറ്റ് ഫോട്ടോസാ. ഓ അത് ശരി. ഈ കുട്ടി ഓവർ ഇന്റലിജന്റാ. റാമിനെ വിഴുങ്ങിക്കളയും. ആ കൂട്ടത്തിലെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ഉണ്ട്. അതേതാന്ന് പറ. ഇത് തനി കഥകളി രൂപം. ഇതല്ല, ഇത് നോൺ സ്റ്റോപ്പ് കോൺവെർസേഷൻ പാർട്ടി വായാടി. ഇതാണ് റാമിന് ഇഷ്ടപ്പെട്ട ആള്. ഓ, ജ്യോതി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഞാൻ വോൺ ചെയ്യുന്നു, ഈ കുട്ടി ഭയങ്കര പ്രശ്നക്കാരിയായിരിക്കും. എന്നുവെച്ചാ ഈഗോ, താങ്ങാൻ വയ്യാത്ത ഈഗോ. റാമിനെ പോലെ ഒരു പാവം പൂച്ചക്കുട്ടി പെണ്ണാ നല്ലത്. എന്നെ പോലെ ഒരെണ്ണം. ഇതൊക്കെ ഇന്ന് തന്നെ തിരിച്ചയച്ചോളൂ. റിജക്റ്റഡ്. ഇങ്ങനത്തെ ഈ ആറ്റിറ്റ്യൂഡുള്ള ഈ കഥാപാത്രത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ ജ്യോതി മാനിപ്പുലേറ്റ് ചെയ്യാണ്. റാമിന് ജ്യോതി ഇഷ്ടമാണ്, പക്ഷേ അത് പറയണേക്കാൾ മുന്നേ ജ്യോതിയുടെ കല്യാണം ഉറപ്പിക്കും. അതിനിടയിൽ ഇഷ്ടം പറയാൻ റാമിന് പറ്റില്ല. കല്യാണ ദിവസം ഇന്നസെന്റിന്റെ കഥാപാത്രമാണ് റാമും ജ്യോതിയും ഒരുമിച്ച് കഴിഞ്ഞിരുന്ന കാര്യം കുടിച്ചിട്ട് പറയുന്നത്, അല്ലാതെ റാമല്ല. കല്യാണം മുടങ്ങി. അച്ഛൻ്റെ നിർബന്ധപ്രകാരം റാമും ജ്യോതിയും തമ്മിലുള്ള വിവാഹം നടക്കും. അതിനുശേഷം അയാൾ ചെയ്യാത്ത തെറ്റിന് മാപ്പ് ചോദിക്കുന്നുണ്ട്. ദേഷ്യം ഉണ്ടെങ്കിൽ വഴക്ക് പറയെങ്കിലും ചെയ്യേ. ആ പഴയ സൗഹൃദമായാലും മതി. വേണ്ട, അതും വേണമെന്നില്ല. ഒരാളോട് ഇത്രയും വെറുപ്പുണ്ടെങ്കിൽ അയാളോട് തന്നെ എന്തിനാ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? മാറി താമസിച്ചൂടെ, അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്തൂടെ? അമ്മയ്ക്ക് വയ്യാണ്ടായി ഒന്ന് കൂടെ വരുമോ എന്ന് റാം ചോദിക്കും. വൈകിട്ട് വരെ അയാൾ കാത്തു നിൽക്കും. അപ്പോഴാണ് ഈ ലേഡി പറയണത് വരില്ല എന്ന്. അത് കഴിഞ്ഞ് അമ്മ മരിച്ചപ്പോൾ പറയുകയാണ്, എന്നെ കാത്തിരിക്കായിരുന്നു. അതെ, ടിക്കറ്റ് 2 ഓക്കെ കിട്ടി. എനിക്ക് പോകുന്ന വഴിക്ക് എന്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തോളൂ. ജ്യോതി എവിടെയാണെന്ന് അമ്മ ചോദിച്ചാ എനിക്ക് പറയാനൊരു മറുപടി ഇല്ല. ഒരു നുണ പറയാനുള്ള മിടുക്കൊക്കെ റാമിനുണ്ട്. അവന്റെ അമ്മ മരിച്ചു. ഇത്ര സീരിയസ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അമ്മയ്ക്ക് പെട്ടെന്ന് BP കൂടി പാടത്ത് തലയുറ്റി വീണു. തല കല്ലിലിടിച്ചു അത്രേ. ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ടെന്ന് സംശയമുണ്ട്. ICUലാണ്. ഇങ്ങനെ നിരന്തരമായി ഉപദ്രവങ്ങൾ സഹിച്ച് റാം അടുത്തു. കുറച്ചു മുമ്പ് അമ്മ വിളിച്ചിരുന്നു. അമ്മ എന്ന് വെച്ചാ ജയലളിത? മോനെയും ഭാര്യയും ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ കഴിയാത്തിലുള്ള വിഷമം ഏതമ്മയ്ക്കാ ഉണ്ടാവാത്തത്? എന്തോ എന്റെ അമ്മ മരിച്ചു പോയതുകൊണ്ട് ആ വികാരം ഭാവനയിൽ കാണാൻ പറ്റുന്നില്ല. ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു കല്യാണ ഫോട്ടോ പോലും ഇല്ല അമ്മയുടെ കയ്യില്. കല്യാണ ഫോട്ടോ എന്ന് പറഞ്ഞപ്പോ എനിക്കൊരാശയം തോന്നി. നേരെ ജോലിക്ക് പോയി. എങ്ങനെയുണ്ട് നോക്ക്. അവസാനം റാം തന്നെ ജ്യോതി ആദ്യം വിവാഹം കഴിക്കാനിരുന്ന ആളെ വിളിച്ചുകൊണ്ടുവരുന്നു. ഇതിൽ ശരിക്കും ആരാണ് മാനിപ്പുലേഷൻ ചെയ്യുന്നത്? ജയറാം ഒരുപാട് സ്ത്രീവിരുദ്ധ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനർത്ഥം ജയറാം ചെയ്ത എല്ലാ സിനിമകളും സ്ത്രീവിരുദ്ധ സിനിമകളാണെന്നല്ല.